ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഴയെ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നാൽ ഒരു മഴ പെയ്താൽ നിറയെ പൂത്തുലയുന്ന നല്ലൊരു ചെടിയായ ടെക്സാസ് സേജ്, റെയിൻ സേജ് എന്നൊക്കെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന നിക്കോഡിയയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. നിക്കോഡിയ എന്നായിരിക്കും ഒരുപാട് പേരും കേട്ടിട്ടുണ്ടായിരിക്കുക. ചെടിയുടെ പൂക്കള് നല്ല പർപ്പിൾ കളറിലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അധികം പൂക്കളൊന്നുമില്ല, ഒന്നോ രണ്ടോ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇതിനെ പർപ്പിൾ സേജ് എന്ന പേരിലും അറിയപ്പെടുന്നു. നല്ലൊരു കുറ്റിച്ചെടിയായിട്ടും നമ്മുടെ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന നല്ലൊരു സുന്ദരി ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല, ഇലകൾക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓരോ ഇലയുടെ ഉള്ളിൽ നിന്നും അടുത്തടുത്തായിട്ടാണ് കേട്ടോ ഇതിനകത്ത് പൂക്കൾ കാണുന്നത്. പൂക്കൾ വരുംതോറും ഇതിനകത്ത് തേനീച്ചകൾ ഒരുപാട് കൂടി വരും. അത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. ഇന്ന് നമ്മുടെ കാലത്ത് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഉദ്യാനങ്ങളിലേക്ക് വന്നതോട് കൂടിയിട്ട് തുമ്പികളും പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെ വരവ് വളരെ കുറവാണ്. അപ്പോൾ ഇത് നിറയെ തേനീച്ചകളെ ആകർഷിക്കാൻ കഴിവുള്ള നല്ല പൂക്കളോട് കൂടി നിൽക്കുന്ന ചെടിയാണ്. സിൽവർ നിറത്തിലുള്ള ഇലകൾക്കുള്ളിൽ പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നത് നമ്മളെ ആരെയും ആകർഷിച്ചു പോകുന്ന ഒരു കാര്യമാണല്ലേ. നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും, ഒട്ടുമിക്ക എല്ലാ ചെടികൾക്കും പച്ച നിറത്തിലുള്ള ഇലകളാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സിൽവർ കളറിലെ ഇലയിൽ നിറയെ പർപ്പിൾ കളർ പൂക്കളാണ് കേട്ടോ ഉണ്ടായി വരുന്നത്. 3 അടി മുതൽ 5 അടി വരെ ഉയരം വയ്ക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഇത് കവറിനകത്ത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന ചെടികളാണ്. പക്ഷേ ഇത് വലുതായി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കം വയ്ക്കും. നിറയെ പൂക്കളും കൂടി വരുമ്പോൾ 5 അടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ എത്ര വരുമെന്ന്. അപ്പോൾ അതിനകത്ത് നിറയെ ബ്രാഞ്ചസും പൂക്കളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു പൂമരം എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലിനെ സ്നേഹിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നത് അനുസരിച്ചിട്ട് മാത്രമേ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഒരുപാട് ചൂട് കൂടിപ്പോയാലും സാധാരണ ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകുന്ന പോലെയൊന്നും ഈ ചെടിക്ക് വരില്ല. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ചുരുങ്ങി വരും എന്നല്ലാതെ കരിഞ്ഞു പോകുന്ന അവസ്ഥ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഈ ചെടിക്ക് ഇല്ല എന്ന് നമ്മളിപ്പോൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു മഴ സമയത്ത് ഒരുപാട് പൂത്തുലഞ്ഞു നിൽക്കുന്ന നല്ലൊരു ചെടിയാണെന്നല്ലേ. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മഴവെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ ചെടി ആർത്ത് പിടിച്ച് പൂക്കുകയും പിന്നെ അതിനടിയിൽ ഇതേപോലെ ആ പൂക്കൾ കൊഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കത് അടീനിയൊക്കെ പോലെ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഒരുപാട് വളത്തിൻ്റെ ആവശ്യം ഈ ചെടിക്കില്ല. അടീനിയം, ബൊഗേൻവില്ല എന്നീ ചെടികളുടെ സ്വഭാവം ഗുണം ഏറെക്കുറെ ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ചട്ടിയിലാണ് നട്ടുപിടിപ്പിക്കുന്നതിന് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ചട്ടി തന്നെ തിരഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ മാസത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കടകൾ മണ്ണിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല സുഗമമായ വേരോട്ടത്തിനും അതുപോലെ ഇതിൻ്റെ വളർച്ചയും നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ സഹായിക്കും. നമ്മുടെ ഈ സുന്ദരി ചെടിയിൽ ഒരുപാട് കീടാണു ശല്യങ്ങളൊന്നും കാണാറില്ല കേട്ടോ. എന്നിരുന്നാലും നമ്മൾ ഇടയ്ക്ക് സാഫ് പോലെയുള്ള ഫംഗിസൈഡുകളെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ള നിക്കോഡിയയുടെ ചെടികളാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഏത് ചെടിയാണെന്ന് കൂടി പറയണം, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മുടെ നിക്കോഡിയയുടെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.